ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ രാവിലെ തന്നെ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഹാബിറ്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ ചെയ്യുന്നതും അതുകൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹാബിറ്റ്സിനെ പറ്റിയൊക്കെ ഒന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത് വളരെ നല്ലൊരു ഹാബിറ്റാണ്. നമ്മൾ രാത്രി നമുക്ക് നേരത്തെ കിടക്കാൻ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതുപോലെ നമ്മൾ രാവിലെയാണ് കൂടുതൽ പ്രൊഡക്റ്റീവ് എന്നുണ്ടെങ്കിൽ, പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ രാവിലെ തന്നെ ചെയ്ത് തീർക്കാനുണ്ടെങ്കിൽ എന്തായാലും നേരത്തെ എഴുന്നേൽക്കുന്നത് ഒത്തിരി നല്ല ഒരു കാര്യമാണ്. അപ്പോൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നേരത്തെ എഴുന്നേൽക്കാൻ നോക്കുക. എൻ്റെ ഒരു ടാർഗറ്റ് ടൈം എന്ന് പറയുന്നത് 5:30 ആണ്. പക്ഷേ ഈ ഇടയായിട്ട് കുറച്ച് ലേറ്റായിട്ട് തന്നെയാണ് എഴുന്നേൽക്കുന്നത്. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതാണ് കേട്ടോ ആദ്യത്തെ ഒരു കാര്യം. അതുപോലെ ഞാൻ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നൊരു കാര്യമാണ് എഴുന്നേറ്റ ഉടനെ ജസ്റ്റ് ബാൽക്കണിയിൽ ഒന്ന് പോയിട്ട് ആ ക്വയറ്റ്നെസ്, ആ കാംനെസ് ഒന്ന് എൻജോയ് ചെയ്യുക. അതല്ലെങ്കിൽ ആ സമയത്ത് ഒന്ന് ഇച്ചിരി നേരം, വളരെ കുറച്ച് നേരമേ ഉള്ളൂ, ഒന്ന് ജസ്റ്റ് പുറത്ത് നിന്ന് ആ ശാന്തത ഒന്ന് അനുഭവിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ അത്. പിന്നെ ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ സമയം 5:30ക്കാണ് എഴുന്നേൽക്കുന്നതെന്നുണ്ടെങ്കിൽ 6 to 6:30 ഒരു 30 മിനിറ്റ് നടക്കാൻ വേണ്ടി പോകാൻ നോക്കലുണ്ട്. എല്ലാ ദിവസവും നടക്കാറില്ല, വീക്കെൻഡ്സാണ് ഇപ്പോൾ രാവിലെ പറ്റുന്നത്. അതല്ലെങ്കിൽ രാവിലെ തന്നെ നടക്കുന്നത് കഴിയാറില്ല. ഇനി കുറേ നാളായിട്ട് നിന്ന് പോയ വേറൊരു ശീലമാണ് ജേർണലിങ്. കുറേ മുന്നേ ഞാൻ റെഗുലറായിട്ട് രാവിലെ തന്നെ ജേർണലിങ് ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും അഫർമേഷൻസൊക്കെ എഴുതി വയ്ക്കും. അത് കഴിഞ്ഞ് അന്നത്തെ ടു ഡു ലിസ്റ്റും എഴുതും. ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഹാബിറ്റ്. അപ്പോൾ ഇപ്പോൾ കുറേ ആയിട്ട് ജേർണലിംഗ് ഒന്നും ചെയ്യില്ല, പെട്ടെന്നൊന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ അങ്ങ് തിരക്ക് പിടിച്ച് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അതൊന്ന് പയ്യെ ഞാൻ റീസ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവരാൻ നോക്കുകയാണ്. അതുപോലെ നമ്മൾ എണീറ്റ ഉടനെ ഒന്ന് നമ്മളുടെ ആ നൈറ്റ് വെയറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി, നമ്മുടെ ഒരു വർക്ക് ക്ലോത്ത്, നമ്മളൊരു നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സിലോട്ടൊക്കെ ഒന്ന് മാറി, നമ്മുടെ മുടിയൊക്കെ കെട്ടി, അതുപോലെ ഫേസൊക്കെ ഒന്ന് ഫ്രഷനപ്പായി, അത്യാവശ്യം ഒരു സ്കിൻ കെയർ, ഒരു മോയ്സ്ചറൈസിങ് ലോഷനൊക്കെ ഇട്ട് ഒന്ന് റെഡി ആയിട്ട് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് തന്നെ ഒരു കുറച്ചുകൂടി ഒരു പോസിറ്റീവ് ഫീലിംഗ് ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കിച്ചണിലെത്തിയാൽ ഉടനെ വെള്ളം ചൂടാക്കും. ഇപ്പോൾ ചൂടുവെള്ളം ഫ്ലാസ്കിലും ഒഴിച്ച് വെക്കും. പിന്നെ നമ്മുടെ കുടിക്കാനുള്ള ബോട്ടിലും കുറച്ച് ചൂടുവെള്ളം ആക്കും. അതുപോലെ ബദാം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം അതും രാവിലെ ബദാം അല്ലെങ്കിൽ ഉണക്കമുന്തിരി ആയിരിക്കും കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ അതും ഒത്തിരി നല്ലൊരു ഹാബിറ്റാണ്, അങ്ങനെ എന്തെങ്കിലും രാവിലെ തന്നെ എടുക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ചായയൊക്കെ തന്നെ രാവിലെ കുടിക്കുന്നത് അത്ര നല്ല ഹാബിറ്റല്ല. ഇപ്പോൾ ഇതുപോലെ 2 ബോട്ടിൽസ് വെള്ളം എടുത്തു വെച്ചാൽ, പിന്നെ ഇതുപോലെ സമയമുള്ള ദിവസം ഞാൻ ജസ്റ്റ് ചെടികൾക്കൊക്കെ ഒന്ന് നനച്ച് കൊടുക്കാറുണ്ട്. ഇപ്പം നല്ല വെയിലായതുകൊണ്ട് രാവിലെ തന്നെ നനച്ച് കൊടുത്താൽ അവരും നല്ല ഉഷാറായിട്ട് നിൽക്കണ പോലെ തോന്നും. പിന്നെ നമുക്കും അതൊരു സന്തോഷമാണ് കേട്ടോ, ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ. അപ്പോൾ അത്യാവശ്യം പരിപാടികളൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ചെയ്യുന്നത്, ഈ മുട്ടയുടെ വെള്ള ഞാൻ 2 എണ്ണം വെച്ച് ചില സമയത്ത് കഴിക്കാറുണ്ട്. അപ്പം യെല്ലോ ബാക്കി വരുമല്ലോ, അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ 2, 3, 4 യെല്ലോ ഒക്കെ വരുമ്പോഴത്തേനും അതൊരുമിച്ച് എടുത്തിട്ട് കുരുമുളക് ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒരു ഓംലെറ്റ് അല്ല, വെറുതെ അത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കും. അപ്പോൾ ഓരോരോ പീസുകളായിട്ട് വീട്ടിൽ ബാക്കി എല്ലാവരും കഴിക്കലുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. മുട്ടയുടെ മഞ്ഞ അത്ര ഹെൽത്തി അല്ല മഞ്ഞ മാത്രമായിട്ട് കഴിക്കുന്നതൊക്കെ, പക്ഷേ കുട്ടികൾക്കൊക്കെ കൊടുക്കാമല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞത് അപ്പവും, പിന്നെ അതുപോലെ കുറച്ച് കടലക്കറി ലെഫ്റ്റ് ഓവർ ഉണ്ട്, അതുപോലെ മട്ടൻ കറിയും ഉണ്ട്. അപ്പം കറി ഒന്നും ഉണ്ടാക്കണ്ട, അപ്പം ഉണ്ടാക്കി എടുത്താൽ മതി. അപ്പോൾ കുറച്ചൊരു ഈസി മോർണിംഗ് ആണ് കേട്ടോ. അപ്പോൾ ആ മട്ടൻ കറി ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ചെയ്യാനുള്ളത് അപ്പം പെട്ടെന്ന് ചുട്ടെടുക്കുക, അത്രയേ ഉള്ളൂ പണി. അതുപോലെ കടലയൊന്ന് ജസ്റ്റ് ചൂടാക്കിയെടുക്കണം. ഇവിടെ
മോൾക്ക് മാത്രമാണ് അപ്പം അത്ര ഇഷ്ടമല്ലാത്തത്. ബാക്കി എല്ലാവർക്കും അപ്പം നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെയും വൈകിട്ടത്തേക്കും ഒക്കെ അപ്പം ആക്കലുണ്ട് കേട്ടോ. അതുപോലെ കഴിയുന്നതും എന്തെങ്കിലും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കറികൾ ഉണ്ടാവാനും ശ്രദ്ധിക്കാറുണ്ട്. കടലക്കറിയോ ചെറുപയറോ ഗ്രീൻ പീസ് മുട്ടക്കറി. അപ്പം ഈ കോമ്പിനേഷൻസ് ആയിരിക്കും കേട്ടോ കൂടുതലും നമ്മുടെ വീട്ടിൽ ഉണ്ടാവാറുള്ളത്. അപ്പോൾ അപ്പം റെഡി ആയിട്ടുണ്ട്. മട്ടൻ കറി ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എഗ്ഗ് യെല്ലോ മാത്രം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അത് വേവിച്ച് ഒരു ഓംലെറ്റ് അല്ല, വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ, ഉപ്പും കുരുമുളകും. പിന്നെ ചായ വെച്ചു. ഇനിയിപ്പോൾ എനിക്ക് 2 റാഗി ദോശ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ റാഗി ദോശയുടെ മാവൊക്കെ ഞാൻ റെഡിയാക്കി നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ദിവസത്തിനുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഇടിയപ്പം പിന്നെ ദോശ അപ്പം ഇങ്ങനെയുള്ള ദിവസം ഒക്കെ ഞാൻ 2 റാഗി ദോശ ഉണ്ടാക്കും. അതിൻ്റെ കൂട്ടത്തിൽ എന്താണോ കറി അത് കൂട്ടി കഴിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ നല്ല ഹെൽത്തി ആണല്ലോ റാഗി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് അന്നത്തെ പേപ്പർ നോക്കുക എന്നുള്ളത് ഞാൻ എൻ്റെ നല്ലൊരു ഹാബിറ്റായിട്ട് തന്നെയാണ് കേട്ടോ കണക്കാക്കുന്നത്. നമ്മളിവിടെ ഒരു മലയാളം പേപ്പറും ഒരു ഇംഗ്ലീഷ് പേപ്പറും വരുത്തുന്നുണ്ട്. ഇംഗ്ലീഷ് ഒത്തിരി നേരം ഒന്നും ഇരുന്ന് വായിക്കാറില്ല, എന്നാലും ഒന്ന് ഓടിച്ച് പോവാറുണ്ട്. അപ്പോൾ കുട്ടികൾ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പഠിക്കുന്നത് അവരുടെ TV ടൈം കിട്ടാനാണ് കേട്ടോ. കുറച്ച് നേരം ഇത്ര ടൈം സ്റ്റഡി ടൈം കഴിഞ്ഞാലാണ് ഒരു റിവാർഡ് പോലെ TV ടൈം ഉള്ളൂ. അപ്പം അത് വേഗം ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മോൻ്റെ പോർഷൻസ് അവൻ പഠിച്ചതിന് ശേഷം മോൾ അവനോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സാധാരണ ഞാനാണ് അങ്ങനെ ചോദിക്കാറ്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇങ്ങനത്തെ ജോലികളൊക്കെ അവളെ ഏൽപ്പിക്കാറുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റായപ്പോൾ ഇനി എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ എനിക്ക് അന്ന് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ പെട്ടെന്നൊരു ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയാലും എനിക്ക് കുറച്ചും കൂടി ഒന്ന് ഒരു പണിയെടുക്കാനൊരു മടി തോന്നിയപ്പോൾ ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്നിരുന്ന് എഴുതി ഇനി ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്ന് ഒന്ന് എഴുതി അതിന് എത്ര സമയം വേണം നമ്മളിങ്ങനെ ചെയ്യാറുണ്ടല്ലോ. കുറച്ചുകൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒന്ന് കുറച്ചുകൂടി സിംപ്ലറായിട്ട് ടു ഡു ലിസ്റ്റ് ചെയ്ത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോരോ കുഞ്ഞു കുഞ്ഞു ടാസ്കുകളായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഓരോന്നിനും സമയമൊക്കെ വെച്ച് ചെയ്യുമ്പോൾ പിന്നെ നമുക്കൊരു ചെറിയൊരു മോട്ടിവേഷൻ കിട്ടും കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെയാണ്. അപ്പം കിച്ചൺ ക്ലീനിങ് ആയാലും ഞാൻ ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ ഏതെങ്കിലും പാത്രങ്ങൾ എടുത്ത് വെക്കാനുണ്ടെങ്കിൽ പുട്ട് അവേ ഡിഷസ് എന്ന് പറഞ്ഞൊരു ടാസ്ക് ഇടും. അതിനുശേഷം കൗണ്ടർ ടോപ്പ് ക്ലിയർ ചെയ്യണമെങ്കിൽ അതൊരു ടാസ്ക് ആയിട്ടിടും. അതിനുശേഷം കൗണ്ടർ ടോപ്പ് നല്ലപോലെ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ഡീറ്റെയിൽഡായിട്ട് എഴുതുമ്പോൾ എനിക്കതൊരു സാറ്റിസ്ഫാക്ഷനാണ് എനിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ. അത് കഴിഞ്ഞ് ക്ലീൻ ഡിഷസ് അങ്ങനെ ഇടും. അപ്പം കിച്ചൺ ക്ലീനിങ് തന്നെ ഞാൻ ചിലപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് ഇതുപോലെ ഡിഫറെൻറ്റ് ടാസ്കുകളായിട്ടൊക്കെ ഇടും കേട്ടോ. അപ്പോൾ ആ കിച്ചണിലെ സാധനങ്ങൾ നിരന്നിരിപ്പുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാം ഇപ്പോൾ ഇപ്പുറത്തെ കൗണ്ടർ ടോപ്പ് ജസ്റ്റ് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചിടുകയാണ്. അപ്പോൾ പാത്രം കഴുകുന്നതിന് മുന്നേ തന്നെ കൗണ്ടർ ടോപ്സ് ഒക്കെ ഒന്ന് ക്ലിയറായി തുടച്ച് വൃത്തിയായി തന്നെ നമുക്ക് നല്ലപോലെ ഒരു പിന്നെ പണിയെടുക്കാനൊരു സമാധാനമാണ് കേട്ടോ. അപ്പോൾ കിച്ചണൊക്കെ ഒന്ന് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കാനുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ കിച്ചൺ ക്ലീനിങ്, രാവിലത്തെ കിച്ചൺ ക്ലീനിങ് കഴിയും. അതുപോലെ സിങ്ക് ഒന്ന് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടു കേട്ടോ.
ഇത് സൺഡേയിലെ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പം ഇപ്പോൾ ഈ കുറച്ചായിട്ട് ഞായറാഴ്ച മാത്രമാണ് ഇതുപോലെ എന്തെങ്കിലും കാര്യമായി നമ്മൾ DIY ചെയ്തിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നത് സൺഡേസ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ദിവസവും എനിക്ക് കുറച്ച് തിരക്കുള്ള പോലെയാണ് ഫീൽ ചെയ്യാറ്. അപ്പോൾ എന്തായാലും അന്നത്തെ ദിവസം ചെറിയ രീതിയിലൊന്ന് സ്കിൻ കെയർ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇതിന് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരു സ്കിൻ കെയർ ബാസ്ക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ നാളായിട്ട് അതിങ്ങനെ പണിയില്ലാതെ അവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അതെടുത്ത് അതിലെ സംഭവങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ കോഫി പൗഡറൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം കുറച്ച് കോഫി പൗഡറാണ് ഇടുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് ഓട്സിൻ്റെ പൗഡറാണ്. അതുപോലെ ഞാൻ ഒരു എസെൻഷ്യൽ ഓയിൽ, ടീ ട്രീ ഓയിൽ എന്ന് പറഞ്ഞിട്ട് എസെൻഷ്യൽ ഓയിൽ വാങ്ങിച്ചിരുന്നു പണ്ട് മൂന്നാർ പോയപ്പോൾ. അപ്പോൾ അതും കുറച്ച് തൈരുമാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓയിലി സ്കിന്നാണെങ്കിൽ കടലമാവ് ചേർക്കുന്നതായിരിക്കും നല്ലത്. എനിക്ക് അത്ര ഓയിലി ഒന്നും ഫീൽ ചെയ്യാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഓട്സ് പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിൽ തേക്കുക. അപ്പോൾ കോഫി എനിക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ കോഫി എന്ന് പറയുന്നത്. സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നെസ് ഒക്കെ കിട്ടുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് കോഫിയും പിന്നെ ഹണിയും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങനെ മാറ്റി മാറ്റി പല രീതിയിലൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചേർക്കുന്നത് കോഫിയും ഓട്സ് പൊടിച്ചു വെച്ചതും അതുപോലെ തൈരും ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുക. പിന്നെ ഇതൊരു ഷുഗർ കെയിൻ ജ്യൂസാണ് കേട്ടോ. നമുക്കിങ്ങനെ ബോട്ടിലിൽ വാങ്ങിക്കുന്നത് റോ പ്രസറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ എല്ലായിടത്തും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ബോട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം വേറെ ഡ്രിങ്കൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പം ഇത് ഞാൻ കുടിക്കില്ല, കാരണം ഇതിൽ ഷുഗർ നല്ലപോലെ ഉണ്ടല്ലോ. അപ്പോൾ ബാക്കി എല്ലാവർക്കും ഷുഗർ കെയിൻ ജ്യൂസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അധികം പണിയൊന്നുമില്ല. ഇനി ലഞ്ചിന് വേണ്ടിയിട്ട് കായ മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ കായ അരിഞ്ഞ് ജസ്റ്റ് വെള്ളത്തിലൊന്ന് ഇട്ടിട്ട് കറയൊക്കെ കളഞ്ഞെടുത്തിട്ട് പെട്ടെന്ന് എനിക്ക് ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റമാണ് കായ മെഴുക്കുവരട്ടി. എന്താ പറയുക, ബാക്കി സംഭവങ്ങൾ അരിഞ്ഞ് ബീൻസൊക്കെ അരിയാന്ന് പറഞ്ഞാൽ ഒരു വലിയ ടാസ്ക് പോലെയാണ് തോന്നുന്നത്. പക്ഷേ ഒന്നുമില്ലെങ്കിൽ പെട്ടെന്നൊരു കായ ഉണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് തോന്നാറുണ്ട്. മിക്കപ്പോഴും കായ നമ്മുടെ ഫ്രിഡ്ജിലുണ്ടാവും. അപ്പം വേറെ ഒന്നും നമ്മൾ പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്നൊരു കായ മെഴുക്കുവരട്ടിയാണ് നമ്മുടെ ഗോ ടു ഐറ്റം. പച്ചക്കായൊക്കെ അരിയുമ്പോൾ നമ്മുടെ കയ്യിൽ കറ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മിക്കപ്പോഴും ഞാൻ ചില സമയത്ത് മറന്നു പോലുണ്ട് കേട്ടോ. ഇതുപോലെ വെളിച്ചെണ്ണ കയ്യിലൊന്ന് തടവിയിട്ട് അരിയുവാണെങ്കിൽ അത്ര അങ്ങോട്ട് കറ വരില്ല. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളാരെങ്കിലും ചെയ്യണില്ലെങ്കിൽ ഇങ്ങനെയൊന്ന് ശ്രമിച്ച് നോക്കൂട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഈ നഖത്തിൻ്റെയൊക്കെ സൈഡിലായിട്ട് കറുത്ത മാർക്ക് വരുന്ന പോലെ തോന്നും. അതുപോലെ നമ്മൾ പോമഗ്രാനൈറ്റ് പൊളിക്കുമ്പോഴും ഈ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ കായയിൽ ജസ്റ്റ് 2 പച്ചമുളക് അരിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിക്കാൻ വയ്ക്കുക. ഒരു 2-3 വിസിൽ കൊടുത്താൽ കറക്റ്റായിട്ട് കായ കുറച്ച് വെന്ത് ഇരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ തുണിയൊക്കെ വിരിക്കാനുണ്ടായി, അലക്കി കഴിഞ്ഞത്. അതിനുശേഷം നമ്മുടെ പിക്കപ്പ് ടൈം പറ്റുന്ന പോലെ പെട്ടെന്നൊന്ന് ഒതുക്കിയിടണം. കണ്ടില്ലേ, പുതപ്പൊക്കെ അതുപോലെ തന്നെ ഇട്ടേക്കാണ്. അതുപോലെ ഞാൻ ഇപ്പോൾ ലൈബ്രറിയിൽ നിന്ന് എടുത്ത കുറച്ച് ബുക്സ് ഞാനൊന്ന് കാണിക്കാം കേട്ടോ. ജെറോനിമോ, അതുപോലെ ഒരു എൻസൈക്ലോപീഡിയ മോഡലുള്ള ബുക്കൊക്കെ ഞാൻ എടുക്കാൻ നോക്കലുണ്ട് ഇടയ്ക്ക് മോൻ്റെ കൂടെ വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റൂമൊക്കെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടു. അപ്പം ആ റൂമിലെ പിക്കപ്പൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ പെട്ടെന്നൊന്ന് ചോറും കൂടി കുക്കറിലോട്ട് വെക്കുകയാണ്. അതിനുശേഷം എൻ്റെ വർക്കൗട്ട് പെട്ടെന്നൊരു അരമണിക്കൂർ ചെയ്ത് തീർക്കണം. അങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു. ഇനി ലഞ്ചിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടി പെട്ടെന്നൊന്ന് ചെയ്തെടുക്കണം. അപ്പോൾ കായ മെഴുക്കുവരട്ടി ആക്കി എടുക്കണം. പിന്നെ ചാറുകറിയായിട്ട് മീൻകറി, ഓല മീൻ കറി വെച്ചത് ഫ്രിഡ്ജിനകത്തുണ്ട്. അപ്പോൾ പിന്നെ എനിക്കൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാൽ മതി. പിന്നെ എന്തെങ്കിലും വേപ്പില ചമ്മന്തിയോ അല്ലെങ്കിൽ അച്ചാറോ ഇതൊക്കെയായിരിക്കും കേട്ടോ കൂട്ടുന്നത്. അപ്പോൾ കുറച്ച് സവാളയാണ് ഞാൻ ഇത് മൊരിച്ചെടുക്കാൻ വേണ്ടി, മെഴുക്കുവരട്ടി ആക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അതുപോലെ സവാള മൊരിയുന്ന ഒരു സമയം കൊണ്ട് ഞാൻ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ തന്നെ ഒന്ന് എടുത്ത്
പെട്ടെന്ന് തന്നെ നമ്മുടെ ഡിഷ് ഡ്രെയിനറിൽ നിന്ന് ഒഴിവാക്കി മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ കായ ദാ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ ദാ സവാള മുരിഞ്ഞതിലോട്ട് കായ ആഡ് ചെയ്ത് മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു തട്ടിക്കൂട്ട് ഓംലെറ്റ് റെഡിയാക്കി, ഉള്ളിയൊന്നും ചേർക്കാതെ വെറുതെ പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുള്ളൊരു ഓംലെറ്റ്. പിന്നെ ദാ മീൻകറി ലെഫ്റ്റ് ഓവർ ഇരിപ്പുണ്ട്, കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉള്ളൂ, അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളുടെ കറി റെഡിയായി. ഇതൊക്കെയായിരുന്നു ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ബാക്കി വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടൻറ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. അതുവരേക്കും ബൈ.